നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാധ്യമങ്ങളോട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു? എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എൻ്റെ ഭാഗം ഞാൻ കോടതിയിൽ ബോധിപ്പിച്ചുകൊള്ളാം, എനിക്കിവിടുത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എന്നായിരുന്നു. ഞാൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ഇവിടുത്തെ ജനങ്ങൾ എനിക്കൊപ്പമുണ്ട് എന്നായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ കോൺഫിഡൻസിൻ്റെ കാരണം എന്തായിരുന്നു? ആ കാരണങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിച്ചാൽ അതിജീവിതയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കാൻ തിടുക്കപ്പെട്ട് നിൽക്കുകയാണ് പോലീസ്. എന്നാൽ പോലീസ് ഒരു വശം മാത്രമാണ് കാണുന്നതെന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു വശം മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള ഒരു വാദം ഇപ്പോൾ ശക്തമാകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കോൺഫിഡൻസിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. അത് അതിജീവിതയുമായി രാഹുൽ നടത്തിയ ആ ചാറ്റിൽ നമ്മൾ കണ്ടതാണല്ലോ. അതായത്, ഈ കേസുമായി കോടതിയിൽ പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിനക്കറിയാമല്ലോ എന്ന് രാഹുൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ ആ ഭീഷണിയിലും ചില കാര്യങ്ങളുണ്ട്. അതായത്, രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്, ഉഭയകക്ഷി സമ്മതത്തോടെ അവരുമായി ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട് എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും അവരെ ചാറ്റ് ചെയ്യുന്നതിൻ്റെയും എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾ അപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അതിൻ്റെ ഓരോ വിശദാംശങ്ങളായി എപ്പിസോഡായിട്ടാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ചാറ്റിൻ്റെ പൂർണ്ണരൂപം ഇതുവരെയും മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. അതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഫെനി നയനാൻ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഉറ്റ സുഹൃത്ത്, ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ യുവതി നടത്തിയ ചാറ്റിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെയാണ്, അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് ഫെനി നയനാൻ രംഗത്ത് വരുന്നത്. ഇത് അതിജീവിതയ്ക്ക്, അതായത് മൂന്നാം പരാതി കൊടുത്ത ആ അതിജീവിതയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി രംഗത്ത് വന്നിരിക്കുന്നത്. അതിജീവിതയെ അറിയാമെന്നും 2025 നവംബർ വരെ സംസാരിച്ചിട്ടുണ്ട് എന്നും ഫെനി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. യുവതി KSUവിൻ്റെ പരിപാടിക്ക് 5000 രൂപ തന്നിരുന്നു. എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നത് അതിശയം. രണ്ടാമത്തെ കേസിൽ തന്നെ ചോദ്യം ചെയ്തിട്ടും അറസ്റ്റ് ചെയ്തില്ല, കാരണം തെളിവില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കെതിരായ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. രാഹുൽ ധാർമ്മികമായി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. സത്യം തെളിയുമെന്നും അന്ന് വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് പറയണമെന്നും ഫെനി കുറിച്ചിട്ടുണ്ട്. ഫെനിയും ഇത്ര കോൺഫിഡൻസോടെയാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഫെനി പറയുന്ന ഒരു കാര്യത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം വ്യവസ്ഥയ്ക്ക് മുൻപിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ധാർമ്മികമായി പറയുകയാണെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ പറയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ട് അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് മറ്റൊരു വശം. ഫെനി എന്തായാലും പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഈ ഒരു ചാറ്റിൻ്റെ വിശദാംശങ്ങൾ അത് വലിയ രീതിയിൽ ഇത് കോടതിയിൽ വാദം നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മാറുന്നതാണ്. ഫെനി പങ്കുവച്ച ആ പോസ്റ്റ് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. രാഹുൽ MLAയുടെ വിഷയത്തിൽ എൻ്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. തുടർന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാര മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതെ ഇരുന്നപ്പോൾ ഞാനത് ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു. ഒരു കാര്യത്തിൻ്റെ രണ്ട് വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ. തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത്. എന്നെയും എൻ്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാം എന്ന് കരുതുന്നു. എന്നോട് സംസാരിച്ചിരുന്നതിൻ്റെ അവസാന കാലത്ത്, അതായത് 2 മാസം മുൻപ്, രാഹുൽ MLAയെ കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു. പലവട്ടം ഒഴിവാക്കാൻ നോക്കി. നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതുപോരാ, സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ല എന്ന് അവർ പറഞ്ഞു. രാഹുൽ MLAയുടെ ഫ്ളാറ്റിൽ കാണാമെന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്നവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകണമെന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതിയെന്നും അവർ എന്നോട് പറഞ്ഞു.
2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ 2025 ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞത്. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. തുടർന്നാണ് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ ആ സ്ത്രീയുമായി നടത്തിയ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ ഫെനി നയനാൻ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വാൽകഷ്ണവും കൂടി ഫെനി നയനാൻ പങ്കുവച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ടുകളിലോ എഴുത്തിലോ കേസിലെ പരാതിക്കാരി, അതായത് അതിജീവിതയുടെ പേരോ ചിത്രമോ മേൽവിലാസമോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാകുന്നു. ഇതുകൂടി വെക്കുന്നുണ്ട്. അതായത് സ്വന്തം ഭാഗം ഒന്ന് സേഫ് ആക്കാൻ കൂടി ഫെനി നയനാൻ ഈ ഒരു വാൽകഷ്ണം പങ്കുവച്ചത്. ആ ചാറ്റിൽ നിന്ന് വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന അതിജീവിതയും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് SITയോട് പറയുന്നുണ്ട്, ഒരു തരത്തിലും പീഡനം നടന്നിട്ടില്ല, ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട്, പക്ഷേ അത് പീഡനം നടന്നിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറയുന്നു. തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിലേക്ക്, ആ 408 നമ്പർ മുറിയിലേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് ഈ ഹോട്ടൽ മുറിയിലിരുന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, 1 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ പീഡനം നടന്നിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. പാലക്കാട്ട് അവർ വന്ന് കാണുമ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചതെന്നും രാഹുൽ പറയുന്നുണ്ട്. അവരെ അറിയില്ലെന്നോ അവരുമായി ബന്ധമുണ്ടായിട്ടില്ല എന്നോ ഒരു കള്ളവും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. ഇത് പോലീസിനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിഷേധിക്കുക, എന്നാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പണിയുള്ളൂ എന്നാണ് പോലീസ് ഇപ്പോൾ സഹികെട്ട് തൊഴുതുകൊണ്ട് നമിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയോട് പറയുന്നത്. ഫെനി നയനാൻ പങ്കുവച്ച ആ സ്ക്രീൻഷോട്ടുകളിലെ മറ്റ് ചാറ്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. അതിങ്ങനെയാണ്: എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല, ആൾക്ക് ഒട്ടും തിരക്കില്ല, പ്രോഗ്രാംസ് ഇല്ലാത്ത ഒരു ഡേ. അതായത് രാഹുൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസം എന്നാണ് അവർ പറയുന്നത്. നൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ രാഹുലിൻ്റെ ഫ്ലാറ്റ് സേഫ് ആണ്, രാത്രിയായാലും കുഴപ്പമില്ല എന്നും അവർ വീണ്ടും ചാറ്റിൽ പറയുന്നുണ്ട്. എനിക്ക് എവിടെയാണെങ്കിലും കുഴപ്പമില്ല, സേഫ് പ്ലേസ് ആയാൽ മതി. പിന്നെ എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട്, വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഓടാൻ പറ്റില്ല എന്നും ഈ ചാറ്റിൽ ഈ അതിജീവിത കുറിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് ആണെങ്കിലും ഓക്കെ ആണ്, അതിനപ്പുറം പോകാൻ പറ്റില്ല എന്നും അവർ ചാറ്റിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വരുന്നതും ഇത്രയും വെയിറ്റ് ചെയ്യുന്നത് തന്നെ ഈ കുറച്ച് കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓഫീസിൽ പോയി കാണാനായിരുന്നുവെങ്കിൽ എനിക്ക് എന്നേ പോയി കാണാമായിരുന്നു. എനിക്ക് വേറെ ആരും ഉണ്ടാകാൻ പാടില്ല, ഞങ്ങൾ രണ്ടും മാത്രം, അത്രേ ഉള്ളൂ എന്നും ഇവർ ഈ ചാറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ചാറ്റിൻ്റെ ആ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയാണ് ഫെനി നയനാൻ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വലിയൊരു രീതിയിൽ ഈ പറയുന്ന കേസിൻ്റെ വാദഗതികൾ നടക്കുന്ന സമയത്ത് കോടതിയിൽ ഇതെല്ലാം അതിജീവിതയ്ക്കും തിരിച്ചടിയാകുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇവിടെയാണ് രാഹുൽ ഈ ഓവർ കോൺഫിഡൻസ് ഇപ്പോഴും കാണിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ഭാഗം കോടതിയിൽ ബോധിപ്പിച്ചു കൊള്ളാം എന്ന് രാഹുൽ പറയുന്നത് ഈ ഒരു കോൺഫിഡൻസിലാണ്. അപ്പോൾ ഇവിടെ നടന്ന മറ്റൊരു വശവും കൂടി നമ്മളൊന്ന് നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ 2 ഫോണുകളാണ് ഉള്ളത്. അതിൽ ഒന്ന് പോലീസ് ഈ KPM ഹോട്ടലിൽ നിന്ന് രാഹുലിനെ കൊണ്ടുപോകുമ്പോൾ തന്നെ എടുത്തിരുന്നു. മറ്റൊരു ഫോണ് അവിടെ തന്നെ ഇട്ടിട്ട് വരാനായിരുന്നു പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്നത്. പിന്നീട് പോലീസ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫോൺ മാത്രമേ തങ്ങൾക്ക് കൈമാറിയിട്ടുള്ളൂ എന്നൊക്കെ ആയിരുന്നു. മറ്റേ ഫോണിൻ്റെ പാസ്വേഡോ മറ്റു വിവരങ്ങളോ ഒന്നും കൈമാറാൻ രാഹുൽ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വശവും പറഞ്ഞിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫോൺ എനിക്ക് വേണം എന്നാണ്. കാരണം എൻ്റെ ഭാഗത്തെ കാര്യങ്ങൾ, ന്യായങ്ങൾ കോടതിയിൽ നിരത്താൻ എനിക്ക് അതിലെ തെളിവുകൾ ആവശ്യമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്.
എന്തായാലും ഇപ്പോൾ പോലീസ് നടത്തുന്ന നീക്കം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോണും ലാപ്ടോപ്പും എല്ലാം കൈക്കലാക്കാനാണ്. അയാൾക്ക് അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ തിടുക്കം കാണിക്കുന്നത് എന്നുള്ള വലിയൊരു വിമർശനം ഉയർന്നിരിക്കുകയാണ്. രാഹുലിനെ കൂട്ടം കൂടി നിന്ന് വേട്ടയാടുകയാണ് എന്നുള്ള ഒരു പൊതുജന വികാരം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പോലും കമന്ററി നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഒരു ചീമുട്ട, രണ്ട് ചീമുട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെയെല്ലാം ജനങ്ങൾ എതിർക്കുകയാണ്. രാഹുലിന് നേരെ ഉയർത്തുന്ന മാധ്യമങ്ങളും ഇവിടുത്തെ ഭരണകൂടവും പോലീസും എല്ലാം ഉയർത്തുന്ന ആരോപണങ്ങളും പ്രതിസന്ധികളുമെല്ലാം രാഹുലിന് അനുകൂലമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുൻപും പറഞ്ഞു, രാഹുലിൻ്റെ ഭാഗത്ത് ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അയാളുടെ ഭാഗത്ത് ധാർമ്മികമായി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അയാളെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യവുമാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഈ പോലീസും ഭരണകൂടവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഹസന അന്വേഷണമുണ്ടല്ലോ, അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടന്മാരെ എന്ന് പറയാതെ നിവർത്തിയില്ല. ഫെനി പങ്കുവച്ച മറ്റൊരു പോസ്റ്റിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി. പരാതിക്കാരിയായ സ്ത്രീയെപ്പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. എനിക്കും അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവർ എനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവർക്ക് രാഹുലുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞു. എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയാം. KSU നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട്. 5000 രൂപയാണ് തന്നത്. അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവർ എടുത്ത 50 കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി എന്നായിരുന്നു ഈ ഫെനി നയനാനും പങ്കുവയ്ക്കുന്നത്. അതായത് മാധ്യമങ്ങൾക്ക് അപ്പോൾ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെ കിട്ടുന്നു, എവിടെ നിന്നാണ് ഇതൊക്കെ ചോർന്നു പോകുന്നത് എന്നുള്ള ഒരു ചോദ്യവും ഫെനി നയനാൻ ഉയർത്തുന്നുണ്ട്. 2025 നവംബർ വരെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ അതിജീവിത. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്തമംഗലം അജിത് സാറിനും അദ്ദേഹത്തിൻ്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട്. അവർ അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത്. ഇതിലെ സത്യം അറിയാവുന്ന ഞാൻ അത് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചിലരോട് പങ്കുവച്ചു. എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മാധ്യമവും അത് ചാനലിൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതായത് ഫെനി നയനാന് പറയാനുള്ള കാര്യങ്ങൾ പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ കേൾക്കുന്നില്ല. പകരം അതിജീവിതയ്ക്ക് പറയാനുള്ളതും അതിജീവിതയുമായി ബന്ധപ്പെട്ടവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ ഫെനി നയനാൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഇവിടെയാണ് ഭരണകൂടവും മാധ്യമങ്ങളും ഒക്കെ ചേർന്ന് രാഹുലിനെ വേട്ടയാടുന്നു എന്നുള്ള ഒരു പ്രതീതി ജനങ്ങളിലേക്ക് എത്തുന്നത്. ജനങ്ങൾ അത് ചർച്ച ചെയ്യുന്നു. ഇതോടുകൂടി ജനങ്ങൾ രാഹുലിൻ്റെ ഭാഗത്ത് നിൽക്കാൻ തയ്യാറാകുന്നു. അതിനിടയ്ക്കാണ് ഫെനി ഇപ്പോൾ ഈ അതിജീവിത ചെയ്ത ചാറ്റുകൾ കൂടി പുറത്തേക്ക് വിടുന്നത്. ഇത് വലിയ രീതിയിൽ അതിജീവിതയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ അയാൾ മാറി നിൽക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം അയാളെ പോലെ ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാൾ ഖദറിട്ട് നടക്കുന്നത് ഈ സമൂഹത്തിന് തന്നെ ആപത്താണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പലരും ഇങ്ങോട്ട് ചോദിക്കും, അതായത് രാഷ്ട്രീയത്തിൽ ഇതുപോലെയുള്ള കാട്ടുകോഴികൾ കയറിയിരിക്കുന്നില്ലേ, അവരുടെ കാര്യത്തിലൊന്നും എന്തുകൊണ്ട് ഈ ചർച്ച ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം വരും. പക്ഷെ അതിന് എനിക്കൊരു മറുപടി പറയാനുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ഇമേജിലായിരുന്നു ഇവിടെ അങ്ങ് വിലസിയത്? താൻ ഒരു പകൽ മാന്യനാണ് എന്നുള്ളതിൽ. ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളിൽ അയാൾ ഇടപെടുന്നു, അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു, ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നു, ആ രീതിയിലൊക്കെ ആയിരുന്നു. അതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി, അതായത് ഒരു അടുത്ത ഉമ്മൻചാണ്ടി എന്നുള്ള ലെവലിലേക്കുള്ള ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് എത്ര രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാർ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാലും അത് തന്നെയായിരുന്നു രാഹുൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമുക്കറിയാം, ഉമ്മൻചാണ്ടിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് വൈകാരികമായ ഒരു സ്നേഹവും കരുതലും ഒക്കെയാണുള്ളത്. ആ മനുഷ്യൻ ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ പോലും ഉമ്മൻചാണ്ടി എന്നുള്ള സ്നേഹം അത് എല്ലാ കാലത്തും കേരളത്തിലെ ജനങ്ങൾക്കുള്ളിലുണ്ടാകും. ആ ഒരു ലെവലിലേക്ക് മാറാനായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ശ്രമം. പക്ഷേ അയാളുടെ കയ്യിലിരിപ്പുകൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ തെറ്റുകാരനാണ്, ധാർമ്മികമായി അയാൾ തെറ്റുകാരനാണെന്ന് 1000 തവണ ഞാൻ ആവർത്തിച്ചു പറയുന്നു.
അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ വേഷം കെട്ടിയാടാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം അയാളുടെ ഉള്ളിൽ ഒരുപാട് വൃത്തികേടുകളുണ്ട്, അത് സമ്മതിച്ചേ മതിയാകൂ. അങ്ങനെയുള്ള ഒരാൾ, അതായത് ആ ഇമേജൊക്കെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് ആ കാര്യത്തിലാണ് അയാളോട് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മുഖംമൂടി അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് പൊളിച്ചു കീറുക തന്നെ ചെയ്യണം. ഒരു തരത്തിലും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്നൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറയാനേ കഴിയില്ല. അദ്ദേഹവുമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ താരതമ്യം ചെയ്യാൻ പോലും പാടില്ല. അപ്പോൾ അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരൻ തന്നെയാണ്, അയാളെ മാറ്റി നിർത്തപ്പെടേണ്ട ആൾ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവിടുത്തെ ഭരണകൂടം പോലീസിനെ ഇറക്കി നടത്തുന്ന ഇയാളെ എങ്ങനെയും കുടുക്കിയേ മതിയാകൂ എന്നുള്ള ഒരു നീക്കം അത് ഇയാൾക്ക് അനുകൂല തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഫെനി പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളിൽ രാഹുലിന് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഉള്ളത്. കോടതിയിൽ ഇത് രാഹുലിൻ്റെ അഭിഭാഷകന് വലിയ ഊർജം പകരുന്നതാണ്. വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അപ്പോൾ മനസ്സിലാകും. കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ഈ അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ വലിച്ചു കീറും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് രാഹുലും കാത്തിരിക്കുന്നത്. കാരണം രാഹുൽ പറഞ്ഞല്ലോ, നീ ചെയ്താൽ ഞാനത് താങ്ങും, പക്ഷേ ഞാൻ ചെയ്താൽ നീ അത് താങ്ങില്ല എന്നുള്ളത്. അതൊക്കെ ഒരു വെല്ലുവിളി തന്നെയാണ്, ഭീഷണി തന്നെയാണ്. പക്ഷേ ഉഭയകക്ഷി സമ്മതത്തോടെ നടന്ന ഒരു ലൈംഗിക ബന്ധത്തിൽ എന്താണ് തെറ്റ് എന്നുള്ള ആ ഒരു ചോദ്യമാണ് രാഹുൽ ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അയാളുടെ കോൺഫിഡൻസിന് കാരണവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.